റിപ്പോർട്ട് ബ്രേക്കിംഗ്. LDF-ന് തുടർ ഭരണം ഉറപ്പെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. 75 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. ഉറച്ച 67 സീറ്റുകളുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ട്. 45 സീറ്റുകളിൽ UDF-ന് വിജയം ഉറപ്പെന്നും റിപ്പോർട്ടിലുണ്ട്. BJP-ക്ക് നേമം, പാലക്കാട്, മഞ്ചേശ്വരം സീറ്റുകളിൽ വിജയസാധ്യത. 24 സീറ്റുകളിൽ കടുത്ത മത്സരമെന്നും റിപ്പോർട്ടുണ്ട്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, വെരി ഗുഡ് മോർണിംഗ്. ചെന്നൈയിൽ സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചതുപോലെ ഇക്കുറി വീണ്ടും LDF സെഞ്ചുറി അടിക്കുമോ എന്നാണ് ഒരു പ്രേക്ഷകർ എഴുതി ചോദിച്ചത്. സെഞ്ചുറി അടിച്ചില്ലെങ്കിലും കേവല ഭൂരിപക്ഷം കടന്ന് ജയിക്കാനുള്ള സീറ്റുകൾ കിട്ടുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിലൊക്കെ എതിരഭിപ്രായം ഉണ്ട് കേട്ടോ. അത് അവസാന നിമിഷത്തിൽ ചില അടിയൊഴുക്കുകൾ നടന്നൊന്നും ഇന്റലിജൻസ് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ഇടതുപക്ഷത്തിന് ആശ്വസിക്കാവുന്ന റിപ്പോർട്ടാണല്ലേ ഇന്റലിജൻസ് കൊടുത്തിരിക്കുന്നത്. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ആശ്വസിക്കാൻ കഴിയും. കാരണം ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് LDF എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് 67 ഉറച്ച സീറ്റുകളുണ്ട്. അത് 75 വരെ അല്ലെങ്കിൽ 75 സീറ്റുകൾ ലഭിക്കാം. 67 എണ്ണം അതിനകത്ത് ഉറച്ച സീറ്റുകളാണ്. അതേസമയം തന്നെ 24 കടുത്ത മത്സരം നടക്കുന്നുണ്ട്. ആ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ 12 എണ്ണം അത് LDF-ന് അനുകൂല സാഹചര്യമുള്ളവയാണ്. അതുകൊണ്ട് ഈ 75 എന്ന് പറയുന്നത് ഒരുപക്ഷെ 80-ന് മുകളിലേക്ക് കയറാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇന്റലിജൻസ് പറയുന്നത്. ബാക്കിയുള്ള 12 എണ്ണം, അതായത് 24-ൽ 12 LDF-ന് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ബാക്കി 12 എണ്ണത്തിൽ ഒരു 10 എണ്ണം UDF-ന് അനുകൂലമാണ്. 2 എണ്ണം BJP-ക്ക് അനുകൂലമായ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് കൂടി ഇന്റലിജൻസ് പറയുന്നുണ്ട്. 45 സീറ്റുകൾ മാത്രമാണ് ഉറച്ച സീറ്റുകൾ എന്നുള്ള നിലയിൽ UDF-ന് പറയാൻ കഴിയുകയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നതും LDF-ന് വലിയ ആശ്വാസമാണ്. 45 കടന്ന് ഈ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ പോലും കേവല ഭൂരിപക്ഷത്തിലേക്ക് വരിക എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ച് വലിയ കടമ്പ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം. അതുകൊണ്ട് തന്നെ LDF-നെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മുമ്പിലുള്ള ഈ റിപ്പോർട്ട് വലിയ ആശ്വാസകരമാണ്. പക്ഷെ അതേസമയം തന്നെ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ കഷ്ടിച്ച് കടന്നുകൂടുകയുള്ളൂ നേതാക്കൾ എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊന്ന് KV ഗണേഷ് കുമാർ പത്തനാപുരത്ത് 950 വോട്ടുകൾ, 1000 താഴെ 950ഓളം വോട്ടുകൾക്ക് മാത്രമാണ് വിജയിക്കുക എന്നുള്ളത് കൂടിയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൂടാതെ KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ജയിക്കുക 2000 വോട്ടിന് അടുത്ത് മാത്രമാണ് ഭൂരിപക്ഷം ഉണ്ടായിരിക്കുക എന്നുകൂടി പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ചില അടിയൊഴുക്കുകൾ കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കുറയുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഏറ്റവും കൂടുതൽ സീറ്റുകൾ പറയുന്നത് പാലക്കാടാണ്. 9 സീറ്റുകൾ പാലക്കാട് ലഭിക്കും. തൃശ്ശൂരും കോഴിക്കോടും തിരുവനന്തപുരത്തും 8 വീതം സീറ്റുകൾ ലഭിക്കും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അതായത് തിരുവനന്തപുരത്തേക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുമെങ്കിൽ പോലും 8 സീറ്റുകൾ LDF-ന്റെ കൈകളിൽ നിൽക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ നേമം, മഞ്ചേശ്വരം, പാലക്കാട് അടക്കമുള്ള BJP സ്വാധീന മണ്ഡലങ്ങളാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ 3 BJP-ക്ക് മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ പാലക്കാടും മഞ്ചേശ്വരവും അത് പൂർണ്ണമായിട്ടും വിജയസാധ്യത പറയുന്നില്ലെങ്കിൽ പോലും അവിടെ NDA സംബന്ധിച്ച് ഒരു വിജയസാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഇന്റലിജൻസ് ADGP സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ട് താൽക്കാലികമായെങ്കിലും ഒന്ന് ആശ്വസിക്കാൻ കഴിയുന്നതാണ്. അതേസമയം തന്നെ UDF 45 സീറ്റുകൾ മാത്രമേ ഉറച്ച സീറ്റുകളായിട്ട് UDF-ന് പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കാര്യം കൂടി എടുത്തു കാണേണ്ടതാണ്. ഓക്കെ, ഇതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട് അപ്പോഴും 75 സീറ്റുകളാണ് പറയുന്നത്. അതാണ് ഈ CPM CPI കേന്ദ്രങ്ങളിൽ ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നത്. 75 കടക്കൂ, 67, 68, 69-ലൊക്കെ തട്ടി നിൽക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ഒരു 65-ൽ താഴെ സീറ്റുകളൊന്നും നഷ്ടം, അല്ലെങ്കിൽ 65-ൽ താഴെ എന്ന അവസ്ഥയിലേക്കൊന്നും വരില്ല എന്നുള്ളതാണ് CPM കണക്ക് കൂട്ടുന്നത്. നമുക്കറിയില്ല എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത്. അടിയൊഴുക്കുകൾ വളരെ നിശ്ചയമാണ്. CPI-യുടെ കണക്ക് കൂട്ടലിൽ 75, 80, 82 സീറ്റുകൾ വരെ കിട്ടിയേക്കാം എന്നുള്ളതാണ്.